നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഐഫോണിൽ റിംഗ് ടോൺ ആയിട്ട് വയ്ക്കണമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കിന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീലിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീലിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഓഡിയോ മാത്രം ഡൗൺലോഡ് ചെയ്യുകയും അങ്ങനെ എടുക്കുന്ന ഓഡിയോയെ നിങ്ങളുടെ ഐഫോണിൻ്റെ മ്യൂസിക്കായിട്ട്, നിങ്ങളുടെ റിംഗ് ടോൺ മ്യൂസിക്കായിട്ട് എങ്ങനെ കൺവെർട്ട് ചെയ്തെടുക്കാമെന്ന് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കണ്ട് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ കൊടുക്കണം. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒരാഴ്ച എടുത്താണ് ഈ സാധനം പഠിച്ചത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നമ്മുടെ ഒരു റീലിൽ നിന്നും ഒരു ഓഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ആ റീലിലെ പാട്ടായിരിക്കും നമ്മളിവിടെ റിംഗ് ടോൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നിങ്ങൾക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം, ആ സെലക്ട് ചെയ്യുന്ന സാധനത്തിന് അവിടെ ആ ഒരു ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ആ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത്, ഞാനിപ്പോൾ ഈ പാട്ടാണെന്ന് നോക്കിയാൽ ഞാൻ അവിടെ നിന്ന് എടുത്തു, ആ കോപ്പി ലിങ്ക് എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോണിലെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ റീൽസ് സേവ് .app/audio എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഓഡിയോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങളിപ്പോൾ ആ ഒരു കാണുന്ന സ്ഥലത്തായി, സെർച്ച് ചെയ്യുന്ന സ്ഥലത്തായി നിങ്ങളുടെ ആ ഒരു കോപ്പി ചെയ്ത ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് റൈറ്റ് ഭാഗത്തുള്ള ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സാധനം ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ഹിയർ എന്നുള്ള ഭാഗത്തായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയായത് ഡൗൺലോഡ് ചെയ്ത് വരുന്നതിനുള്ള ഓപ്ഷൻ കാണിക്കുന്നതാണ്. നിങ്ങൾ അവിടെ നിന്ന് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായി വരും. തുടർന്ന് നിങ്ങൾ അവിടെ നിന്നും ഓപ്പൺ ചെയ്തതിനായിട്ട് കൊടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഇടത് ഭാഗത്താണ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ വരും. നിങ്ങൾ തുറന്നവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് സേവ് ഫയൽസ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്ത് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കേണ്ടത് ആ ഭാഗത്തേക്ക് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്ന ഭാഗത്തേക്കാണ് സേവ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഒരു ഫയലിനെ സേവ് ചെയ്തുകൊണ്ട് വച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു ഓപ്ഷൻ, നമ്മൾ ഏത് രീതിയിലായാലും ഒരു പാട്ട് ഡൗൺലോഡ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ ഗാരേജ് ബാൻഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഐഫോണിനകത്തുള്ള ഒരു ആപ്ലിക്കേഷനകത്തേക്കാണ്. നമ്മൾ ഐഫോണിനകത്ത് ആ ഗാരേജ് ബാൻഡ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ എല്ലാം കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയായി ഇതാണ്ടോ ഈ ഒരു ഓഡിയോ റെക്കോർഡർ എന്നൊരു ഓപ്ഷനിലേക്ക് വരും. ഈ ഓഡിയോ റെക്കോർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വന്നു തരും. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഉള്ളൊരു ഇൻ്റർഫേസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ ടൈം ലൈനിൻ്റെ. നമ്മൾ ആ ടൈം ലൈൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈക്കിൻ്റെ എംബ്ലത്തിലേക്ക് മാറും. ഇങ്ങനെ മൈക്കിൻ്റെ എംബ്ലത്തിലേക്ക് മാറിയാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കാണുന്ന ഒരു ത്രികോണത്തിൻ്റെ പടത്തിൽ ഇതൊരു നീല കളറിലാണ് കിടക്കണമെങ്കിൽ ഇതിനെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെള്ള കളറിലേക്ക് മാറ്റുക. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഒളിച്ചു വച്ചിരിക്കുന്ന സാധനം ഇവിടെ കാണാൻ സാധിക്കും, ഒരു പ്ലസ് ഐക്കൺ. നമ്മൾ ആ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മൂലയ്ക്കായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ മൂലയ്ക്കായിരുന്നത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. തുറന്ന് സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് 8 bars ഓട്ടോമാറ്റിക് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരും. അതായത് സെക്കൻഡുകളാണ് കാണിക്കുന്നത്. നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ഓട്ടോമാറ്റിക് എന്നുള്ളതിനെ മാറ്റിയിട്ട് ഞാനിവിടെ ഒരു 15 എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് 15 സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നതിനുള്ള ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇത്രയും ഓപ്ഷൻ ശരിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദാണ്ട് ഇവിടെ തന്നെ കാണുന്ന ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നെങ്കിൽ ലൂപ്പ് ദാണ്ടോ ഈ ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തായി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഒരു ആപ്പിളിൻ്റെ ലൂപ്സുകളിലേക്കും നിങ്ങളുടെ ഫയലുകൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കും വരും. നമ്മളിവിടെ നിന്ന് ഫയൽസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാണ്ടോ ഇവിടെയുള്ള ഫയൽസ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യണം. ഈ ഫയൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന റിംഗ് ടോൺസാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതല്ല ആവശ്യം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ അതിനെയാണ് എടുക്കേണ്ടത്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസർ ഐറ്റംസ് ഫ്രോം ദി ഫയൽ ആപ്പ് എന്നുള്ള സ്ഥലത്തേക്ക് പോയി നിങ്ങൾ റീസെൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രൗസർ എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ കൂടുതൽ സാധനങ്ങൾ ഇട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിലൊന്നും പോകുന്നില്ല. നമ്മൾ ബ്രൗസ് ഐറ്റംസ് ഫയൽസ് എന്നുള്ളതിലേക്ക് പോയി ഞാൻ റീസെൻ്റായിട്ട് എടുത്തിരിക്കുന്ന ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന റിംഗ് ടോൺസ് എനിക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനായി നമ്മൾ റീസെൻ്റ് എന്നുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിൽ നിന്നും ഓഡിയോ മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനായി നമ്മൾ റീൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ റീലുകളിൽ നിന്നുള്ള ഓഡിയോ മാത്രമായിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും എനിക്കിപ്പോൾ ഇവിടെ ഏതാണോ ഞാൻ ചേർക്കാൻ പോകുന്നത് ആ ഒരു റിംഗ് ടോൺ ആയിട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇതാണ് റിംഗ് ടോൺ ആക്കണമെങ്കിൽ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒരു അപ്ലോഡായി വരുന്നതായിരിക്കും. ഇങ്ങനെ വന്നാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ് കൊണ്ടുവന്ന് നമുക്ക് എവിടെയാണ് വയ്ക്കേണ്ടത് നമ്മൾ അവിടേക്ക് ഇരുന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക്
സെറ്റാവുന്ന കാണാം. തുറന്ന് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പ്ലേ ചെയ്ത് കേൾക്കുവാനും സാധിക്കും. കണ്ടോ, അത് അവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾക്കുന്നതിനെ സാധിക്കുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ടൈം ലാപ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എത്ര ദൂരം വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നീളമെല്ലാം കുറച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ റിംഗ് ടോൺ തുടങ്ങുന്നത്, നമ്മൾ അതിനോട് ചേർത്ത് വെച്ചു. അപ്പോൾ ചെറിയ റിംഗ് ടോൺ അതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകേണ്ടതെന്നുള്ളത് ഈ മൂലയ്ക്കുള്ള അതാണ്ട് ഈ ഒരു ആരോയിലാണ്. ഈ ആരോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ സോങ്സ് എന്ന് പറയുന്ന ഗാരേജ് ബാൻഡിലേക്ക് സേവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ മൈ സോങ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതുണ്ടോ പുതിയൊരു റിംഗ് ടോൺ ആയിട്ട് നിങ്ങളുടെ ഈ ഗാരേജ് ബാൻഡ് എന്ന് പറയുന്ന അതിലേക്ക് റീസെൻ്റ് ആയിട്ട് അപ്ലോഡായി വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഇവിടെ നിന്നും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അമർത്തി പിടിക്കുക. അമർത്തി പിടിക്കുമ്പോൾ അവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ വരും. നമ്മൾ ആ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് ടോണിനകത്തേക്ക് ഐഫോണിൻ്റെ റിംഗ് ടോണിനകത്തേക്ക് സേവ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ റിംഗ് ടോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ റിംഗ് ടോൺ എന്നുള്ളതിലേക്ക് പോകാൻ വേണ്ടി ചോദിക്കുന്നു. ഇവിടെ മൈ സോങ് 3 എന്നാണ് പേര് കിടക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. മൈ ക്രിയേറ്റീവ് എന്ന് വെറുതെ ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി ഞാനിവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ അതവിടെ എക്സ്പോർട്ടായി. തുറന്ന് ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിംഗ് ടോൺ സെറ്റായി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പുറത്ത് പോകാം. ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇനിയില്ല. ഇനി നമ്മൾ പോകേണ്ടത് നമ്മുടെ സെറ്റിങ്സിനകത്തേക്കാണ്. സെറ്റിങ്സിനകത്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിനകത്തായിട്ടാണ് നമ്മുടെ റിംഗ് ടോൺ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ അവിടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്നുള്ളത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം താഴേക്ക് മാറ്റുക. റിംഗ് ടോൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. റിംഗ് ടോൺ എന്നുള്ള നിങ്ങൾക്ക് 2 സിമ്മാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തെ സിമ്മിലേക്ക് എടുക്കുന്നു. ആദ്യ സിമ്മിൽ എടുത്തതിന് ശേഷം കണ്ടോ മൈ ക്രിയേറ്റീവ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിംഗ് ടോൺ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മളിപ്പോൾ ഐഫോണിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റിംഗ് ടോൺ നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് പാർട്ടായി സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലാണ് റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ഗാരേജ് ബാൻഡ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ കൊടുക്കുക. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ് റിംഗ് ടോണിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.